ഒരിടവേളയ്ക്കു ശേഷം വയനാട് വീണ്ടും ഫുട്ബോൾ ആവേശത്തിലമർന്നു. മുങ്ങനാനിയിൽ അഗസ്റ്റിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഭാവന പഴൂർ FC ജേതാക്കളായി. ഫൈനൽ വിജയികൾക്ക് മുങ്ങനാനി കുടുംബാംഗം അമൽ സൂര്യറോജി ട്രോഫിയും 30,000 രൂപ പ്രൈസ് മണിയും കൈമാറി. കാക്കവയൽ ബ്രദേഴ്സ് ക്ലബ്ബും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാക്കവയൽ ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി നടത്തിയ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നുള്ള 16ഓളം ടീമുകളാണ് മാറ്റുരച്ചത്. ബ്രദേഴ്സ് കാക്കവയലും ഭാവന പഴൂർ FCയുമായുള്ള ഫൈനൽ മത്സരം കാണുവാനായി നിരവധി പേരാണ് എത്തിയത്. ഈ മഹത്തായ സോക്കർ ഫൈനൽ മത്സരത്തിൽ കളിക്കാരുമായി പരിചയപ്പെടുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ രക്ഷാധികാരി ശ്രീ PT ഗോപാലകുറുപ്പ്, ഈ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർമാരായ അമൽ സൂര്യ റോജി. ഫൈനലിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിച്ചപ്പോൾ കാൽപന്തു കളിയുടെ ആവേശം കാണികളിലും നിറഞ്ഞു. ആദ്യ ഗോൾ ബ്രദേഴ്സ് കാക്കവയലിന്റെ വകയായിരുന്നു. ഇടവേളയ്ക്കു ശേഷം കളി തീരാൻ മിനിറ്റുകൾ അവശേഷിക്കെ ഭാവന FC ഗോൾ മടക്കിയതോടെ കാണികളുടെ ഫുട്ബോൾ ആവേശം ഇരട്ടിയായി. ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഒരു ഗോളിന് ഭാവന പഴൂർ FC ജേതാക്കളായത്. വിജയികൾക്ക് ഒന്നാം സമ്മാനമായ മൂങ്ങനാനിയിൽ അഗസ്റ്റിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 30,000 രൂപ പ്രൈസ് മണിയും മൂങ്ങനാനി കുടുംബാംഗം അമൽ സൂര്യ റോജി നൽകി. ഫുട്ബോൾ ടൂർണമെന്റ് നാട് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും വരും വർഷങ്ങളിൽ വിപുലമായി തന്നെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി. ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ ഇതിൽ നല്ല രീതിയിൽ ഉഷാറായി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടുകാരെ മൊത്തം ഇവിടെ കണ്ടില്ല, എത്ര ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും കൊണ്ട് നോക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് നാട്ടുകാരൻ പരിപൂർണ്ണ പിന്തുണയുണ്ട്. കളിക്കാരനാണ്, നാട്ടുകാരനാണ്, എല്ലാ ജനപ്രതിനിധികളുടെ ഒരുപാട് എല്ലാ രാഷ്ട്രീയ മത വർഗ മേധവന്യ എല്ലാവരുടെയും പിന്തുണ നമുക്കുണ്ട്. ഫുട്ബോൾ ഒരു സംസ്കാരമായി വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഇവിടെ. കാക്കവയലുകാരുടെ കാൽപന്തു കളിയോടുള്ള ആവേശവും ആത്മാർത്ഥതയും ലോകത്തിന് തന്നെ മാതൃകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.